സോ ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 15,000 രൂപയ്ക്ക് താഴെ വരുന്ന ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ എന്ന് പറയാവുന്ന മോട്ടോ G64 5G സ്മാർട്ട് ഫോണിനെ പറ്റിയുള്ള അൺബോക്സിങ് വീഡിയോ അതുപോലെ അതിൻ്റെ സ്പെസിഫിക്കേഷൻസുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രം അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടോ G64 5G എന്നുള്ള ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബോക്സിനകത്ത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ബോക്സിനകത്ത് ചാർജിങ് കേബിൾ, പവർ അഡാപ്റ്റർ, അതുപോലെ കുറച്ച് ഈ സ്മാർട്ട് ഫോണിൻ്റെ പേപ്പേഴ്സുമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് ഫോണിൻ്റെ ഡിസൈനും അതുപോലെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് നോക്കാം. ഫോൺ ഡിസൈൻ നോക്കുവാണെങ്കിൽ നമുക്കറിയാം സ്ലീക്ക് അതുപോലെ ഗ്ലോസി ആയിട്ടുള്ള ബാക്ക് പാനൽസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് അടിക്കുമ്പോൾ തന്നെ നല്ല ലുക്കാണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 192 ഗ്രാമാണ് ഇതിന് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇമ്പ്രസീവാണ്. ഗ്രേഡിൻ ഫിനിഷാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ക്യാമറ മൊഡ്യൂൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, വളരെ നീറ്റ്ലി ആയിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ എന്ന് പറഞ്ഞാൽ സൈഡ് മൗണ്ട് ആയിട്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. USB Type-C പോർട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 3.5 mm ഹെഡ്ഫോൺ ജാക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. കൂടാതെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഇതിൽ ഗൊറില്ല ഗ്ലാസ് 3D ബീം പ്രൊട്ടക്ഷനും ഉണ്ട്. അതുപോലെ ബോക്സിനകത്ത് നമുക്ക് ട്രാൻസ്പെറൻറ്റ് കേസും വരുന്നുണ്ട്. ഇനി ഡിസ്പ്ലേയിലേക്ക് നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് IPS LCD വിത്ത് നല്ല ഡീസൻ്റ് ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 560 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഇതിൽ വരുന്നത്. അതുപോലെ 120 Hz റിഫ്രഷ് റേറ്റ് ആയതുകൊണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഇതിൽ തരുന്നത്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ മോട്ടോ G64 5G സ്മാർട്ട് ഫോൺ നമുക്ക് തരുന്നത്. അപ്പോൾ അറിയാം, അത്യാവശ്യം ഈ ബഡ്ജറ്റിൽ വരുമ്പോൾ നല്ല ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നല്ല ഡീസൻ്റ് ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് പെർഫോമൻസിലോട്ട് നോക്കാം. പെർഫോമൻസിലോട്ട് നോക്കുവാണെങ്കിൽ മോട്ടോ G64 5G വരുന്നത് വേൾഡ് ഫസ്റ്റ് ആയിട്ടുള്ള MediaTek Dimensity 7025 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻഡ്രോയിഡ് സ്കോർ എന്ന് പറയുന്നത് 5 lakh above ആണ്. നല്ലൊരു പ്രോസസ്സറാണ്. ഗെയിം പെർഫോമൻസ് നോക്കുവാണെങ്കിൽ BGMI തന്നെ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം 40 FPS വരെ ഗെയിം പ്ലേ ആണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ സ്മൂത്ത് അൾട്രാ വരെ നിങ്ങൾക്ക് ഇടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഞാനിപ്പോൾ ഗെയിം പ്ലേ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് HD ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. HD അതൊരു സ്മൂത്താണ് കൊടുത്തിരിക്കുന്നത്. HD അൾട്രാ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഗെയിം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം, ഒട്ടും ലാഗ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഗെയിം എക്സ്പീരിയൻസ് ആണ് ഈ ബഡ്ജറ്റ് റേഞ്ചിലെ ഫോണിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി ക്യാമറ സെറ്റപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ മോട്ടോ G64 5G വരുന്നത് പറഞ്ഞാൽ 50 MP പ്രൈമറി ക്യാമറ വിത്ത് 8 MP അൾട്രാ വൈഡ് OIS ഫംഗ്ഷനുള്ള ക്യാമറാസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ OIS എന്ന് പറഞ്ഞാൽ OIS എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള ക്യാമറയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് ക്യാമറയിലേക്ക് നോക്കുകയാണെങ്കിൽ 16 MP ഒരു സെൽഫി ക്യാമറയിൽ കൊടുത്തിട്ടുണ്ട്. ഈ പ്രൈസ് റേഞ്ചിലേക്ക് നോക്കുകയാണെങ്കിൽ ക്യാമറ നല്ല പിക്ചറാണ് ഈ ഫോണിൽ നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഇതിൽ എൻഹാൻസ്ഡ് മോഡുണ്ട്. ഇതിൽ നല്ല ഫോട്ടോ ആണ് നമുക്ക് കിട്ടുന്നതിലെന്ന് പറഞ്ഞാൽ. ഇനി വീഡിയോയിലേക്ക് പോകുകയാണെങ്കിൽ ഫുൾ HD 60 FPS വരെ നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിത്ത് സ്റ്റെബിലൈസേഷൻ. ഫുൾ HD 60 FPS വരെ മാക്സിമം സ്റ്റെബിലൈസേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്റ്റെബിലൈസേഷൻ ഓഫ് ആക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ ക്യാമറയിലൊക്കെ തന്നെ ഒട്ടനവധി ഫീച്ചേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. പ്രോ മോഡ്, അതുപോലെ തന്നെ സ്പോട്ട് കളർ, ഡുവൽ വീഡിയോ മോഡ്, അതുപോലെ ടൈം ലാപ്സ്, സ്ലോ മോഷൻ, സ്പോട്ട് കളർ, നൈറ്റ് മോഡ് എന്നീ പനോരമ എന്നീ കുറേ ഫീച്ചേഴ്സ് ക്യാമറ മോഡിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ OS അതുപോലെ UIയിലേക്ക് നോക്കാം. മോട്ടോ എഡ്ജ് സീരീസ് നമുക്ക് കാണാം ഹലോ UI ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മോട്ടോ എഡ്ജ് സീരീസിൽ നമുക്ക് നോക്കിയാൽ കാണാം ഹലോ UI ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മോട്ടോ G64 5G നോക്കുകയാണെങ്കിൽ മൈ UX40 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മൈ UX40 ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 40 ആണ് ഇതിൽ വന്നിരിക്കുന്നത്. 1 മേജർ അപ്ഡേറ്റ് പ്ലസ് 3 സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണാം ഇതിൻ്റെ മെയിൻ ഹെൽത്ത് എന്ന് പറയുന്നത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. നല്ല ക്ലീൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്.
അതുപോലെ മൈ യുക്സ് നിങ്ങൾ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ UI എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് സ്റ്റോക്ക് ആൻഡ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത് മോട്ടോ G64 5G സ്മാർട്ട് ഫോണിൽ. ഇനി ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റിലേക്ക് നമുക്ക് നോക്കാം. സ്പീക്കേഴ്സ് ആണെങ്കിൽ തന്നെ മോട്ടോ G64 5G നൽകിയിരിക്കുന്ന ഡോൾബി അറ്റ്മോസ് പവേർഡ് ആയിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല എൻഹാൻസ്ഡ് സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. നല്ല എക്സ്പീരിയൻസ് ആണ് തരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ കിട്ടുന്നതാണ്. ഇനി ഇതിൻ്റെ ബാറ്ററി അതുപോലെ കണക്ടിവിറ്റിയിലേക്ക് നമുക്ക് നോക്കാം. ഇനി മോട്ടോ G64 5G സ്മാർട്ട് ഫോൺ നമുക്ക് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ 14 5G ബാൻഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ VoNR സപ്പോർട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്, 5G കോൾ സപ്പോർട്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ പ്രൈസ് റേഞ്ച് വരുന്ന ഫോൺസിൽ ഇത് കുറവാണ്. ഇതിൽ കൊടുത്തിട്ടുണ്ട് VoNR സപ്പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ IP52 ഡസ്റ്റ് അതുപോലെ വാട്ടർ റെസിസ്റ്റൻസ് ആണ് ഇതിൽ തന്നിരിക്കുന്നത്. കൂടാതെ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ബാറ്ററിയിലേക്ക് നോക്കുകയാണെങ്കിൽ 6000 mAh ബാറ്ററി വിത്ത് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് കിട്ടുന്നത്. നല്ല ബാറ്ററി ബാക്കപ്പാണ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് മോട്ടോ G64 5G സ്മാർട്ട് ഫോണിൻ്റെ ഫീച്ചേഴ്സും അതിൽ പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം 8GB 128GB സ്റ്റോറേജ് വേരിയൻറ്റിന് 14,999 രൂപയാണ്. അതുപോലെ 12GB 256GB സ്റ്റോറേജ് വേരിയൻറ്റിൽ 16,999 രൂപയാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പോൾ ഫ്ലിപ്കാർട്ട് നിങ്ങൾക്ക് അതുപോലെ കുറച്ച് ഡിസ്കൗണ്ട്സ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ കളേഴ്സ് എന്ന് പറയുന്നത് മിൻറ്റ് ഗ്രീൻ, പേൾ ബ്ലൂ, അതുപോലെ ഐസ് ലിലാക്ക് എന്നീ 3 വേരിയൻസിലാണ് ഇതിൻ്റെ കളർ വേരിയൻസ് വരുന്നത്. ഓവറോൾ 17,999 രൂപയ്ക്ക് ഈ പ്രൈസ് റേഞ്ചിൽ നല്ല ബഡ്ജറ്റ് സ്മാർട്ട് ഫോണും അതുപോലെ നല്ല ഫീച്ചേഴ്സൊക്കെ ഉള്ള സ്മാർട്ട് ഫോണാണ്. നല്ല ക്യാമറ, ബാറ്ററി ബാക്കപ്പ് ഒക്കെ നല്ല ഡീസൻറ്റ് പെർഫോമൻസ് തരുന്ന ഒരു അടിപൊളി സ്മാർട്ട് ഫോണാണ് മോട്ടോ G64 5G എന്നുള്ളത്. അപ്പോൾ ഈ ഫോണിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പുതിയ ടെക്നോളജി വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.